ഇവൻ പണ്ടത് നീ അളിയാ ടുബോർഗെ ഈ പണ്ട് ക്യാൻഡി ക്രഷ് ഹാക്ക് ചെയ്ത് കളിക്കുന്ന പോലല്ലേ ഇത് ഇച്ചിരി പടമുള്ള പണിയാ അവനെ കൊണ്ട് നടക്കൂല. ഗോകു ഗോകു ഇല്ല ഗോകു അപ്പാപ്പനെ കൊണ്ട് പറ്റുന്ന തോന്നുന്നുണ്ട്. നമ്മുടെ സർവർ ഇങ്ങനെ കൊണ്ട് ഫുൾ PL അടിക്കാം. അപ്പൊ നമ്മുടെ അപ്പാപ്പനെ കൊണ്ടേ ഇത് നോക്കി നടത്താൻ പറ്റും തോന്നുന്നു. ഇത് നിന്റെ TKRP-യുടെ സ്കിൽസ് കുറച്ച് ഇറക്കേണ്ട, നിന്റെ കുറച്ച് TKRP-യുടെ സ്കിൽസ് കാണാം. ഈ കുണ്ണൊക്കെ കളിക്കാൻ വേണ്ടല്ലേ നീ കറക്റ്റ് മറിച്ചല്ലേ കറക്റ്റ് ഇത് അവന്മാരെ കൂട്ട് അത് തന്നെ. നീയാ അയ്യോ അളയാ ഡ്രീമർ നിന്നൊക്കെ ആക്കി തന്നാലേ ഈ മൈര ഉണ്ടല്ലേ ഇവ കളിക്കാൻ 2 വർഷം എടുത്ത് ടെറർ സെർവർ ഉണ്ടോ? അപ്പൊ ഇത് നമുക്ക് ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? മാറ്റേണ്ട ഒരു ഡെവലപ്പിംഗ്. എടാ ഞാനേ എല്ലാം പക്ക അപ്പ ഇട്ടത് കേട്ടാ. നീ കൂടെ ഉണ്ടാക്കല്ലേ? അതില്ല പറഞ്ഞ ഇത്ര ഫെസിലിറ്റി ഒന്നുമില്ല. ഇപ്പൊ ഉണ്ട് ഗോകുന്റെ ആ ഇല്ല, എല്ലാം കൈവച്ച് ഈ ഊമ്പിക്കല്ലേ എല്ലാം കൈവച്ചായിരുന്നു. നമ്മൾ എന്തൊക്കെ പുതിയ സാധനങ്ങൾ ഉണ്ടോന്ന് നമ്മള് സോണുണ്ടോന്ന് അതുകൊണ്ട് ഇതുകൊണ്ട് എന്തൊക്കെ കൊണ്ടുവന്നു നിങ്ങക്ക് കഞ്ഞി വരെ ഉണ്ടെന്ന് വാച്ച്. അതെ അതൊക്കെയാണ് കൊണ്ടുവന്നാകെ മാറ്റി നമ്മൾ TKRP ഇറങ്ങാൻ കാരണം എന്തായിരുന്നു ഗോകു? എന്തായിരുന്നു കാര്യം? എന്തിനായിരുന്നു കുറച്ച് ഞാൻ സെല് ചെയ്തായിരുന്നു. എഴുതി കൊടുത്തല്ലേ സെർവർ? പുള്ളിയായിട്ട് എന്താ ഇഷ്യൂ ആയല്ലേ? ഓക്കെ അല്ല ഞാൻ എന്തിനാ ഫ്രീ ആയിട്ട് സെല് ചെയ്തത്? നീ നിന്റെ ഓർഗ് കൊടുത്ത്, നിന്റെ പേര് കൊടുത്ത്, നിന്റെ സെർവർ കൊടുത്ത്, നീ ആര് കൊടുപ്പാ? ഈ കേരളത്തിലെ ടോപ്പ് സ്ട്രീമേഴ്സ് എല്ലാരും ഇപ്പൊ MRCലായിരുന്നു. അവിടെ സർവറിലാണ്ട് ഓമ്പി തെറ്റി കുപ്പിയിരിക്കല്ലേ ഫസ്റ്റ് സ്ട്രീമർ കേരളത്തിൽ. ഞാൻ പോയിട്ട് അവിടെ വീട് പണിയിട്ട് പൊളാ കൊണ്ട് ആളിറങ്ങി. റൂമിന്റെ അപ്ഡേറ്റ് ഒക്കെ എങ്ങനെയാണ്? റൂമിന്റെ അപ്ഡേറ്റ് പെയിന്റ് അടിക്കാനായിട്ട് ഈർപ്പം പറ്റി കിടക്കണം. പെയിന്റ് അടിക്കണം. പെയിന്റ് അടിക്കണം. ആദ്യം ഈർപ്പം മാറാനുള്ള പണി നോക്ക്. റൂമിന്റെ എവിടെയെങ്കിലും നമുക്ക് കണ്ണാപ്പ റൂം ഇത് നമുക്ക് ഒരു വ്ലോഗ് എടുത്തിട്ട് പോവേ. ഫസ്റ്റ് നമ്മള് നമ്മുടെ ചാനലിൽ ഇടും, അത് കഴിഞ്ഞിട്ട് നിന്റെ ചാനലില്. ഡ്രോണൊക്കെ എടുത്തോട്ടെ, ഇനി നമുക്ക് അകത്തൂടിയൊക്കെ എടുക്കാം. കണ്ണപ്പന് വീണ്ടും അകത്തൂടി പോയിട്ട് പുറത്തു വരണം. അങ്ങനെയൊക്കെ അത് ഓടിക്കാറുണ്ട്. അതുള്ള കാര്യമാണ്. അത് നമ്മൾ പഠിക്കും. അതൊക്കെ നമ്മൾ പഠിക്കും. ഓടിക്കുമല്ല അത് മറ്റേ ഓടിക്കൂലേ? മറ്റേ ഓടിക്കുന്ന പോലല്ല ഇത് വേറെ കൺട്രോളറല്ലേ? RC കൺട്രോളറല്ലേ? പഠിക്കണം. മറ്റേ ഡ്രോൺ മറ്റൊരു ആർക്കും കൊടുക്കല്ലേ? അത് മറ്റേ ഡ്രോൺ FPV ആണോ? കൊടുക്കുന്നില്ല. അല്ല കൊടുക്കുന്നില്ല. അതെനിക്ക് വേറെ പർപ്പസ് ഉണ്ടായിരുന്നു. ഇല്ല അത് ഒന്ന് വേണമെങ്കിൽ ഒരു പാന്റിന്റെ പോക്കറ്റ് കീറിയതുണ്ട് പഴയ, അത് തരാം, കീർത്തരാം. അതേ ഉള്ളു. ഒരു മോണിറ്റർ ഇട്ടോ കണ്ണപ്പി, നിന്റെ പഴയ മോണിറ്റർ തരുമോ? ഞാൻ ഒരു മോണിറ്റർ എടുത്ത് അപ്പൊ നിന്റെ പഴയത് എനിക്ക് ഞാൻ മാത്രമാണ് മോണിറ്റർ അപ്ഗ്രേഡ് ചെയ്ത് ഞാൻ മാത്രമേ ഉള്ളൂ അളിയാ. മോണിറ്റർ എനിക്ക് അപ്ഗ്രേഡ് ചെയ്യണം ഗൈസ്. പുതിയ PC എല്ലാം പുതിയതാ. എന്റെ മോണിറ്റർ മോണിറ്റർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഞാൻ സൈക്കോന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മോണിറ്റർ മോഡൽ പറഞ്ഞിട്ടില്ല സൈക്കോന്റെ ചോദിച്ചേ. പെട്ടെന്ന് ഞാൻ എടുത്ത് എന്നെ പഴയ 240Hz അല്ല 240Hz കൊടുക്കാം. വിൽക്കാം ആർക്കെങ്കിലും. അല്ലെ ടുബോർഗ് നിനക്ക് മോട്ടർ ഉണ്ടാ? എന്റെ അവൻ കൊണ്ടുപോയിട്ട് അതിനകത്ത് വര വീണ്. എന്റെ മോട്ടർ അവൻ കൊണ്ടുപോയി അതിനകത്ത് വര വീണെന്ന്. എന്താ കാശ് കുറെ അറിയുന്നുണ്ടല്ലോ? എന്നാ കൊറേ അറിയുന്നുണ്ട്. അതെ പണിയെടുത്തിട്ട് നമ്മുടെ ഫാമിലി ഡ്രോണിന്റെ ഗെയിം തീരണം അടുത്ത് എന്തെങ്കിലും വായിക്കണമെങ്കിൽ.
എന്നാല് സ്വർണ്ണമാല കണ്ടിട്ടുണ്ടായിരുന്നോ കഴുത്തി കിടന്ന് വെച്ച്? ഇല്ല അതുകൊണ്ടല്ലേ അയ്യോ എന്റെ ഓൾ ടൈം എന്റെ ലൈഫ് സേവർ ആയിട്ടുള്ള സാധനമാണ് അത്. ഏറ്റവും കൂടുതൽ ബാങ്ക് ഉണ്ടായിരിക്കുന്ന മാലയാണ് നമ്മുടെ ഏറ്റവും Steam കൂടുതൽ സ്റ്റൈലില്. ഏറ്റവും കൂടുതൽ ചന്ദ്ര ഞാൻ ഒരു മോണ്ട് എടുത്ത് എന്തിനു 500 ആ അത് ഇല്ല ഇല്ല അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. 500 hertz. ഓയിലടി കാര്യട്ടോറിന് എടുത്ത് ഞാൻ ആരെടുത്ത് ആ എത്ര Zero seal എന്നാണോ എത്രയായി എത്രയായി? ഓ ഒരു അടുപ്പിച്ചായി ആ അപ്പൊ കള്ളം. അല്ല, കാര്യട്ടോറിന് സത്യം എടുത്ത് ഞാൻ എടാ, എവിടുന്ന് എടുത്തേ? അതൊക്കെ നമുക്ക് കിട്ടി. കിട്ടീന്നോ? എടാ അളി അതെ സീറോ സിഗ്ലിന്ന് എടുക്കത്തെ എന്ത് നീ? നമ്മുടെ 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 സൈക്കോന്റെ സ്റ്റോറിലാണ് കണ്ടാ നിന്ദ്ര നീ ഇല്ല മോശമായിപ്പോയത് ഈഗൾ ഈഗൾ എടുത്തു അത് ഈഗൾ എടുത്ത 700 ഓൾറെഡി. 720 ഹെർട്സ്. അത്ര അടിച്ചൊക്കെ ഗെയിം ഉണ്ടാ? പക്ഷെ OLED സ്ക്രീനിന് പ്രശ്നമുണ്ട്. 27 ഇഞ്ച് തൊട്ട് OLED സ്ക്രീൻ സ്റ്റാർട്ടിംഗ് ഉള്ളു. 27 ഇഞ്ച് തൊട്ട് OLED സ്ക്രീൻ സ്റ്റാർട്ടിംഗ് ഉള്ളു. ടുബോർഗിന് കൊടുക്കില്ല പഴയത് കൊടുക്കണമെങ്കിൽ അളിയന്റെ എല്ലാം എനിക്കുള്ളത്. നിങ്ങൾ എന്ത് പറയണ്ട, മനസ്സിലായില്ലേ? സാധനം വരെ എത്ര ഓടാ അത് അവന്റെ അച്ഛൻ 500 ഓൾറെഡി എത്രയാവും 85 ഓൾറെഡി 85,000 രൂപ. 80 to 85,000 രൂപ. ഇതിന് 80 to 85,000 ആണ് റേറ്റ്. ആണോ? നീ നോക്കിയല്ലേ? ആ ഞാൻ എടുത്തല്ലേ. 80 ഉള്ളോ? ആ 80 രൂപ 80 കിട്ടൂല. ആ മല കിട്ടും. ഡ്രോൺ എത്ര? ഡ്രോൺ 1.5 ഓ 1.5 രൂപ. എന്ത് ഇത് ഡ്രോൺ 1.5 രൂപ. പിന്നെ ചുമ്മാ കിട്ടില്ല കണ്ണാപ്പി, മനസ്സിലായില്ലേ? റൂം എന്തൊക്കെ റെഡിയോ എനിക്ക് അറിഞ്ഞൂടാ. ഈ ഞാനൊരു ഇപ്പൊ കൊറേ സാധനമൊക്കെ ഉണ്ട്. ഇതൊന്നും ഇന്ത്യ ഇല്ലാത്ത സാമാനം. ഇത് ഡ്രോൺ ഞാൻ ദുബായിൽ നടക്കാൻ നല്ല നോക്കി, പക്ഷെ നടക്കൂല. ദുബായിൽ നടത്താൻ വൻ മൊണ്ടിയ. അല്ലെങ്കിൽ ഇപ്പൊ കസ്റ്റംസ് ഭയങ്കര സീനാ. അവിടുന്ന് ഭയങ്കര സീനാ ചോദിച്ചെല്ലാ അടുത്ത് നല്ല പാടാ. ഭയങ്കര സീന കൊണ്ടുവരുന്ന നടപടിയില്ല. UK മതി. UK നേരിട്ട് പൈസ കൊടുത്ത എല്ലായിടത്തും കസ്റ്റംസ് സീനായിരുന്നു. ആണോ? കാനഡയിൽ അല്ലേ? UK എങ്ങനെയാ? സെയിം റേറ്റ് ആണോ? അല്ലല്ലോ. അല്ലല്ല ഇവിടുത്തെ റേറ്റ് യുകെയിലെ റേറ്റും വ്യത്യാസം. ജിമ്മിൽ പോകാൻ പറ്റത്തില്ല. പല്ലെടുത്തോണ്ട് ജിമ്മിൽ പോകാൻ പറ്റത്തില്ല. ഒരാഴ്ചത്തേക്ക് പോകാൻ പറ്റത്തില്ല. പല്ലേ ഡമ്പല് കൊടുത്തിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. പോടാ കുണ്ണ അവിടെ നിനക്കൊല്ല അല്ല അറിയാം. ഇത് തന്നെയല്ലേ ചന്ദ്ര എന്നോടും ചോദിച്ചത്. പല്ലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് വിവരമുണ്ടോ? പല്ലെടുക്കുമ്പോ പല്ല് നമ്മുടെ കൊറേ കുഞ്ഞു ഞരമ്പൊക്കെ ഉണ്ട്. അത് നമ്മുടെ തലയില കണക്ട് ആവുന്ന, മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് വെയിറ്റ് എടുത്ത് കഴിഞ്ഞാൽ തലവേദന തലയിൽ പിടിക്കും, മനസ്സിലായ? ഇവനൊക്കെ വിവരമില്ല. അല്ല ഞാൻ പ്രോപ്പർ ആയിട്ട് പോകണ്ട, പക്ഷെ ഇന്ന് പോയില്ല. എന്റെ മൈൻഡ് ഓക്കെ അല്ല. ഒരു പ്രോപ്പറും ഇല്ലല്ലേ? ഒരു പ്രോപ്പർ എന്തിനാണ് ഈ കള്ളം പറയുന്നത്? നീ എന്റെ അടുത്ത് ഞാൻ ഇവിടെ അവൻ നന്നായിട്ട് പോകുന്നുണ്ട്. കാരണം സത്യം പറയല്ല, ആ നിന്നെക്കാട്ടിലല്ല അവൻ എന്നെക്കാട്ടിലും കറക്റ്റ് ഡയറ്റ് എടുക്കുന്നുണ്ട്. ഇപ്പൊ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അവൻ ഡയറ്റ് പറഞ്ഞാൽ മനസ്സിലാവുന്നിടത്ത് പറ ചന്ദ്രാന്ന് കേട്ടാ. ഇല്ല ഇവൻ MRC കൂടെ കൂട്ടാ കണ്ണപ്പിനെ, മനസ്സിലെ? ഇവരെ ആ സൈഡിലേക്ക് ഡയറ്റ് ഒക്കെ എടുക്കുന്നുണ്ടല്ലേ? എന്താ ഡയറ്റ് എന്താണെന്ന് വാസു ഒരു വെയിറ്റിംഗ് ഫോർ ദ ന്യൂ ഗെയിം എന്നാ. വാസുവാ എന്താ പേര് വിളിക്കണേ? കുറച്ചപ്പോ അവന്ന് ഇപ്പൊ ഇവിടെ ലൈവ് അങ്ങനെ ചെയ്യും. ചോദിക്കും കുറച്ച് കഴിയുമ്പോ. എന്ത് ഫ്ലെക്സ്? മെസ്സിയുടെ കട്ടൗട്ട്. മെസ്സിയുടെ കട്ടൗട്ട് സിറ്റി വരുന്നത്. ഒരു 10 പേര് പറഞ്ഞേ. അർജന്റീന 10 പേരുള്ളത്. പറഞ്ഞേ ഒറ്റ മൈനയാ? 2 മൈനെ കാണാം. 2 മൈനെ കാണാം. അല്ലെങ്കിൽ ഇറങ്ങാൻ നടക്കൂല. 2 മൈനെ കണ്ടിറങ്ങും. ഒറ്റ മൈന ഇതൊക്കെ. ഇവരൊക്കെ ഇതൊക്കെ എന്ത് പറയാ? ഇതൊക്കെ ഒറ്റ കിണ്ടിയാ. മെസ്സിയുടെ മൂത്ത മോൻ, രണ്ടാമത്തെ മോൻ, ഇളയ മോൻ.
എംബാപ്പെ എംബാപ്പെ വിവരമില്ലാത്ത ഫുട്ബോൾ ഫാൻസിനാണ് വിവരമില്ലാത്ത. എംബാപ്പെ എടാ ഫുട്ബോൾ ജീവിതത്തിൽ കൈവിട്ട് തൊട്ടിട്ട് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു. ചന്ദ്രനെ എടാ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പാണ് കാണാൻ തുടങ്ങിയത്. നമുക്ക് ടീമിന്റെ പഴയ ഹിസ്റ്ററി നമുക്ക് അറിഞ്ഞൂടാ. അല്ലേ ഇത് അറിഞ്ഞിട്ടും അറിയാതെ നടിക്കുന്നതുമായിട്ടാണ് എനിക്ക് പ്രശ്നമുള്ളത്, മനസ്സിലായില്ലേ? ശരിയാ ശരിയാ കണ്ടാ ശരിയാണ്. കണ്ടാ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ആളിയാ. കണ്ടാ വിവരമില്ലാത്ത രണ്ടുപേരുടെ ദിഗംബരൻ എടാ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്ന് ഒരു ആക്ടറിന്റെ അടുത്ത് അമ്മാതിരി തെണ്ടിത്തരം ഒന്ന് ഐഫോൺ കണ്ടുപിടിച്ച എന്തിനാ എനിക്കതാ മനസ്സിലാത്തേ. അതുപോലെ മൈന ഉണ്ടെന്ന് മൈന. നീ അർജന്റീനയിൽ മൈന. അതായത് നീ ടെക്കുപരമായിട്ട് സംസാരിക്കും, നീ ടെക്കിയാവും. നീ അതായത് ഈ ഫിലിം ആക്ടേഴ്സിനെ പറ്റി പറയുമ്പോഴത്തേക്ക് നീ ഒരു സെലിബ്രിറ്റി ആവും. അതുപോലെ തന്നെ ഈ വേൾഡ് കപ്പിനെ പറ്റി പറയുമ്പോഴത്തേക്ക് നീ ഒരു പ്ലെയർ ആവും. എനിക്കൊരു പ്രശ്നം മനസ്സിലായില്ലേ? നിനക്ക് മൾട്ടി സിൻഡ്രം. മൾട്ടി ഡിസാസ്റ്റർ നിനക്ക് മൾട്ടി ഡാഡി മൾട്ടി കണ്ണാപ്പി. എടാ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു കൊടുത്താ. നീ എന്തിനു മൂഞ്ചാ വെച്ചാളെ ഒരു മാസത്തേക്ക് താ, ഞാൻ കുറച്ച് കോണ്ടന്റ് ചെയ്യട്ടെ. You decided to be a civilian. That's great. You can do various activities like running a business, exploring the city, or just chilling with the friends. Always remember to follow the server rules and respect the. ഇതിൽ ഗ്യാങ് മാത്രമില്ല, എക്സൈഡൻസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പോലീസ് ഉണ്ട്, മിസ്റ്റർ എക്സ് ആൻഡ് അസോസിയേറ്റ്സ് ഉണ്ട്. വെയർ ഇസ് ദ ഗാങ്സ്? സിറ്റി കറ എടാ ഹാക്കറെ, നീ കുനിഞ്ഞിരുന്നപ്പോൾ നടക്കാത്ത കാര്യം കേട്ടാ. വാ അളിയാ വാ.